തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമാതായി നിൻമൊഴികൾ ആഴിയതി ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ പവനമതിൽ അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സുഖകാനാൻ ദേശമത്. സ്തോത്രം. വിശുദ്ധ വേദഭാഗം 73 സങ്കീർത്തനം 19 മുതലുള്ള ചില തിരുവചനങ്ങൾ. എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരൾച്ചകളാൽ അശേഷം മുടിഞ്ഞു പോയിരിക്കുന്നു. ഉണരുമ്പോൾ ഒരു സ്വപ്നത്തെ പോലെ കർത്താവേ, നീ ഉണരുമ്പോൾ അവരുടെ രൂപത്തെ തുച്ഛീകരിക്കും. ഇങ്ങനെ എൻ്റെ ഹൃദയം വ്യസനിക്കുകയും എൻ്റെ അന്തരംഗത്തിൽ കുത്തുകൊള്ളുകയും ചെയ്തപ്പോൾ ഞാൻ പൊട്ടനും ഒന്നും അറിയാത്തവനും ആയിരുന്നു. നിന്റെ മുൻപിൽ മൃഗം പോലെ ആയിരുന്നു. എന്നിട്ടും ഞാൻ എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു. നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും എൻ്റെ ഓഹരിയും ആകുന്നു. ഇതാ, നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നെ വിട്ട് പരസംഗം ചെയ്യുന്ന എല്ലാവരെയും നീ സംഹരിക്കും. എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. നിന്റെ സകല പ്രവൃത്തികളെ വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. നിത്യജീവനായി ഒരുങ്ങുക എന്നതിനെ കുറിച്ച് ദൈവവചനം എന്തു പറയുന്നു എന്ന് അല്പമായി നമുക്ക് ചിന്തിക്കാം. പ്രിയരെ, നാം നിത്യതയിൽ എടുക്കപ്പെടണം എങ്കിൽ ഹല്ലേലൂയ കാഹളധ്വനി കേൾക്കണം. കർത്താവിൻ്റെ വരവിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ ആമേൻ രക്ഷിക്കപ്പെട്ട ദൈവജനമാണ്. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ നാഥനും രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശു കാണിച്ച മാതൃക പ്രകാരം യേശുവിനോട് ചേരുവാനായി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മക്കളെ ഹല്ലേലൂയ അവർ മരിക്കുന്നതുവരെയും ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരിയായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ ചേർക്കുന്നതിനാണ് കർത്താവ് കാഹളധ്വനി മുഴക്കുമ്പോൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഹല്ലേലൂയ. ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനോട് കൂടെ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. അങ്ങനെ എടുക്കപ്പെടണം എങ്കിൽ, കാഹളധ്വനി കേൾക്കണമെങ്കിൽ നാം ഭൂമിയിൽ ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവവചനം ഹല്ലേലൂയ ഉറപ്പായും അനുസരിക്കേണ്ടത് ആവശ്യമാണ്. നാം വിളക്കെടുക്കുമ്പോൾ ഹല്ലേലൂയ അതിൽ എണ്ണയുണ്ടോ എന്ന് നാം നോക്കേണ്ടത് ഹല്ലേലൂയ ആമേൻ
പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. 10 കന്യകമാരെ കുറിച്ച് ദൈവവചനത്തിൽ പഠിക്കുന്നു. എന്നാൽ 5 കന്യകമാർ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് അവരെ അറിയുന്നില്ല. അതായത് മണവാളൻ വന്നപ്പോൾ അവർക്ക് വിളക്ക് തെളിയിക്കുവാനായി കഴിഞ്ഞില്ല. അവർ വിളക്കെടുത്തു, എന്നാൽ വിളക്കോടുകൂടെ എണ്ണ എടുക്കുവാൻ മറന്നുപോയി. ഈ നാളുകളിൽ നാം നോക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നു, എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടോ? പരിശുദ്ധാത്മാവാകുന്ന ദൈവം തന്നെയാണോ എന്നെ നിയന്ത്രിച്ച് നടത്തുന്നത് എന്ന് നാം ദിനംതോറും നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഇല്ല എങ്കിൽ 5 കന്യകമാർ പുറത്തായതുപോലെ കർത്താവിന്റെ വരവിൽ നമുക്കും എടുക്കപ്പെടാൻ കഴിയില്ല. കർത്താവ് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഹല്ലേലൂയ. ഈ അവസ്ഥ നമുക്കും ഉണ്ടാകുവാതിരിക്കാൻ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവവചനം അനുസരിച്ച് നാം ദിനംതോറും വചനത്തിൽ വളരണം. ഏതെല്ലാം രീതിയിലുള്ള വളർച്ചയാണ് ഒരു ദൈവ പൈതലിന് ആവശ്യം എന്നത് വിശുദ്ധിയിൽ, വേർപാടിൽ, വചനം കേൾക്കുവാനുള്ള ദാഹത്തിൽ, ഹല്ലേലൂയ, ആമേൻ, വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നതിൽ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിൽ, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ, വചന അനുസരണത്തിൽ മുന്നോട്ട് പോകുന്നതിന്, സഹോദരനെ വെറുക്കാതിരിക്കുന്നതിൽ, ഹല്ലേലൂയ, ദൈവ ഭയത്തിൽ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുന്നതിൽ, ദൈവഭക്തിയിൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ, ഇപ്രകാരമുള്ള കാര്യാദികൾ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇക്കാര്യങ്ങളുടെ പരിജ്ഞാനത്തിൽ വളർച്ച പ്രാപിക്കണം എന്ന് അപ്പോസ്തലനായ പത്രോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഈ വക കാര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ കർത്താവിന്റെ മധ്യാകാശ വരവിൽ, ഹല്ലേലൂയ, ക്രിസ്തുവാകുന്ന മണവാളൻ സഭയാകുന്ന മണവാട്ടിയെ ചേർക്കുവാനായി വരുമ്പോൾ ദൈവമക്കളായി നമുക്കും കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാനായി കഴിയും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവവചനത്തിൽ മറ്റൊരു ഭാഗം നാം ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്നതാണ്. 1 യോഹന്നാൻ 3:5, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. യേശുവിൽ പാപം ഇല്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അഥവാ ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പാട് ലഭിക്കുന്തോറും നാം യേശുവിനെ കൂടുതൽ അറിഞ്ഞ് പാപം വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്നു. ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്ന അഥവാ ക്രിസ്തുവിനെ കുറിച്ചും ലഭിക്കുന്ന പരിജ്ഞാനം ഓരോന്നും പാപത്തെ വിട്ട് നമ്മെ അകറ്റുന്നു. ക്രിസ്തു എത്രത്തോളം നമ്മിൽ വെളിപ്പെടുന്നുവോ അത്രത്തോളം നാം വിശുദ്ധീകരിക്കപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വെളിപ്പാട് നമ്മെ ആഴമായി വിശുദ്ധീകരിക്കും. വെളിച്ചം എത്രത്തോളം പ്രകാശിക്കുമോ അത്രയധികം ഇരുൾ നീക്കപ്പെടുന്നത് പോലെ ക്രിസ്തു നമ്മിലും നമ്മിലൂടെയും വെളിപ്പെടുത്തുന്ന ഓരോ സന്ദർഭവും നാം പാപത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് അടുത്തു ചെല്ലുവാൻ നമ്മെ സഹായിക്കും. യേശുവിൽ പാപം ഇല്ല. പാപമില്ലാത്ത ദൈവപുത്രനിൽ നാം നമ്മെ തന്നെ മറയ്ക്കുമ്പോൾ പാപരഹിതനായി പൂർണ്ണതയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കും. നേരെ മറിച്ച് നമ്മെ യേശുവിൽ മറയ്ക്കുന്നതിന് പകരം നമ്മെ തന്നെ വെളിപ്പെടുത്തിയാൽ പാപത്തിന് നാം വിധേയരാകുകയും തന്നിമിത്തം നമ്മുടെ രക്ഷയും വിശുദ്ധീകരണവും നഷ്ടമാകുകയും ചെയ്യും. എത്രത്തോളം നമ്മെ യേശുവിൽ മറയ്ക്കുന്നുവോ അത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടുകയും സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും യേശുവിനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുവിൽ വസിക്കുക എന്നത് യഥാർത്ഥത്തിൽ യേശുവിൽ മറഞ്ഞിരിക്കുക എന്നതാണ്. യേശുവിൽ മറഞ്ഞിരിക്കുന്നതിനാൽ പാപം ചെയ്യുന്നത് എങ്ങനെ ഒഴിവാക്കാം? ഒരു കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ പുറത്ത് കാണാതിരിക്കുന്നത് പോലെ നാം യേശുവിൽ മറഞ്ഞിരിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മെ കാണുവാൻ സാധ്യമല്ല.
പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടും ഇല്ല. എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം അവനെ അഥവാ യേശുവിന്റെ തേജസ് നാം കാണും എന്ന് തെളിയിക്കുന്നു. കൂടാതെ എത്രത്തോളം നാം വിശുദ്ധീകരിക്കപ്പെടുന്നുവോ അത്രത്തോളം നാം യേശുവിനെ അറിയുന്നു. ചുരുക്കത്തിൽ പൂർണ്ണ ഹൃദയത്തോടെ കറയില്ലാത്ത വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവർ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം യേശു കർത്താവിനെ കാണും, യേശുവിനെ അറിയും. ഹല്ലേലൂയ, ആമേൻ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവവചനം കാണുന്നു. ഹല്ലേലൂയ. ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്ന ഓരോ സന്ദർഭവും അഥവാ നമുക്കുണ്ടാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ വെളിപ്പാട് ഓരോന്നും പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികൾ ഏതെല്ലാം എന്ന് നോക്കിയാൽ പാപം, ശാപം, രോഗം തുടങ്ങിയവ എന്ന് കാണുന്നു. അധികമായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഈ നാളുകൾ നാം ജീവിക്കുന്നത്. ആകയാൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം നമ്മുടെ ജീവിതം ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതിന് ഹല്ലേലൂയ നാം തീരുമാനിക്കേണ്ടത് അത്യാവശ്യം ആണ്. ഹല്ലേലൂയ, ആമേൻ. ഈ ദൈവത്തിന്റെ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കേട്ട ദൈവത്തിന്റെ വചനം പോലെ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിത്യജീവനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യഹോവ 2 ശമൂവേൽ 22:2 കാണുന്നു, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവപൈതലേ, അനേകർക്ക് ഈ ദിവസം കാണാൻ കഴിയാതെ വന്നപ്പോൾ നാം മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ദിവസം കൂടി കാണുവാൻ ഇടയാക്കിയ ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിവസം കൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനായി നന്ദി പറയുന്നു അപ്പാ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും സർവശക്തനായ ദൈവം ഞങ്ങളെ വഴി നടത്തണം കർത്താവേ. ആമേൻ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ തക്കവണ്ണം അടിയങ്ങളെ അങ്ങ് സഹായിക്കണമേ നാഥാ. ശരിയായ രീതിയിൽ ആമേൻ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയുവാനുള്ള ഹല്ലേലൂയ ദൈവിക ജ്ഞാനം, ദൈവിക പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകി ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്നവരായി തീരുവാൻ അടിയങ്ങളെല്ലാം സഹായിക്കണമേ. ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയും വന്നുപോയിട്ടുള്ള സകല കുറവുകളും വാസ്തവമായി ക്ഷമിക്കണമേ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ദിനംതോറും യേശുവിന്റെ രക്തത്താലും വചനത്താലും കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് യേശുവിന്റെ പ്രിയ മക്കളായി ജീവിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. ദിനംതോറും അങ്ങ് ഞങ്ങളെ വഴി നടത്തണം അപ്പാ. അങ്ങയുടെ മാറിൽ ചാരി ഓരോ ദിനവും മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമേ. വിവിധ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥാ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിത്യജീവനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനമെന്ന് ദൈവത്തിന്റെ വചനം ചോദിക്കുമ്പോൾ ദൈവം ദാനമായി നൽകിയ ആത്മാവിനെ നഷ്ടമാക്കാതെ നിത്യജീവനായി ഒരുങ്ങുവാൻ എല്ലാ മക്കളെയും അങ്ങ് സഹായിക്കണം കർത്താവെ. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ. യേശു കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല എന്നരുളി ചെയ്ത യേശുവിന്റെ സമാധാനത്താൽ നിറയപ്പെടുവാൻ അങ്ങ് സഹായിക്കണം അപ്പാ. തുടർന്ന് ദൈവസാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. അടിയങ്ങളീ പാവം നിറഞ്ഞ ലോകത്തിലായിരിക്കുന്ന നാഥാ, പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിന്ന് കർത്താവിന് പ്രയോജനമുള്ള മക്കളായി കർത്താവിന് ഉത്തമ സാക്ഷികളായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ അങ്ങ് സഹായിക്കണമേ. ശത്രു കാണാതെ ദുഷ്ടൻ തൊടാതെ വേണം ഞങ്ങൾ എല്ലാ കൃപയ്ക്കുള്ളിലങ്ങ് മറയ്ക്കണം നാഥാ. അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലായിരിക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ നിഴലിന്റെ കീഴിൽ ഞങ്ങൾ വസിപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അനുഗ്രഹിക്കുവാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊള്ളും. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, മാറിക്കട്ടെ. യേശുവിന്റെ സമാധാനത്താൽ സകല ഹൃദയങ്ങളിൽ നിറയുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.